ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത. അപ്പോൾ കുറച്ച് തിരക്കിലാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോവുകയാണ്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനം കേട്ടോ. വീട്ടിലുള്ള ആർക്കും അറിയില്ല ഞങ്ങൾ വരുന്നത്. കാരണം ലീവ് സൈൻ ചെയ്യുമെന്നുള്ളത് ഉറപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് സൈൻ ചെയ്തപ്പോൾ കുറച്ച് ദിവസത്തതേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സൈൻ ചെയ്ത് കിട്ടിയിട്ടേ ഉള്ളൂ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് പാക്കിങ്ങും കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അപ്പം അതിന് കുറച്ച് ശേഷം കാണാൻ ഒക്കെ കുഞ്ഞിപ്പേണ്ടതാ നമുക്ക് ഫുള്ള് സെറ്റായി നിൽക്കുകയാണ്. അച്ഛനെ എത്തിക്കൊണ്ട് അച്ഛനെ അച്ഛമ്മേനെയും അമ്മമ്മേനെയും അണ്ണച്ചനെയും ഒക്കെ കാണണ്ട മുന്നിന് വേണ്ടേ. അപ്പം കണ്ണേട്ടെ താഴെ ഞങ്ങൾ വണ്ടി വന്നിട്ടുണ്ട് കൂട്ടാളെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഓക്കെ, കാണാം വിശേഷങ്ങൾ. ഇതാട്ടോ കണ്ണേട്ട വണ്ടിയിലിരിക്കുകയാണ്. ഞാൻ ഇറങ്ങട്ടെ, ചീത്തയേക്കും, നേരം വഴുകും. അതുകൊണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റാക്കി റെഡിയാക്കി പോവാട്ടോ. അപ്പോൾ നാട്ടിലെത്തിയിട്ടല്ല, എയർപോർട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ഹലോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എയർപോർട്ടിലെത്തിയിട്ടോ. ശ്രീനഗർ എയർപോർട്ടിലാണുള്ളത്. കണ്ണിൻ്റെ ട്രോളി എടുക്കാൻ പോയതാണ്. ഞങ്ങളെ ലഗേജസ് ഇതാട്ടോ. ശ്രീനഗർ എയർപോർട്ടാണിത്. ഇതാട്ടോ എയർപോർട്ടിൻ്റെ പുറത്തെ നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. അപ്പുറത്തെ സൈഡിൽ നല്ലോണം പൂക്കളുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേ പോയില്ല. പിന്നെ ഇതാ അപ്പോൾ അതാ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഒക്കെ കാണിച്ച് ടിക്കറ്റും ID ഒക്കെ കാണിച്ച് കയറി. ഇനി ലഗേജ് കൊടുക്കാൻ വേണ്ടി പോകണം. കുഴപ്പമില്ല, കന്നഡ ലഗേജും കൂടെ നടക്കുന്നുണ്ട്. ഞങ്ങളെ ഫ്ലൈറ്റ് 1 മണിക്കാണ് കേട്ടോ. 1 മണീൻ്റെ എയർ ഇന്ത്യ ആണ്. അപ്പം എയർ ഇന്ത്യൻ്റെ എവിടെ കണ്ടേട്ടാ. അപ്പോൾ ഞങ്ങൾ ഇനി ലഗേജും കൂടി ഒന്ന് കൊടുത്ത് സെറ്റാക്കണം. കുഞ്ഞു പെണ്ണിതാ ഷിട്ടാബി, നിങ്ങൾ എവിടെയാണ് പോയത്? ഞങ്ങളിതാ ലഗേജിനൊക്കെ നോക്ക്, നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്ന് എന്താ കണ്ണാട്ടെ കുഞ്ഞാപ്പി. ഇതാ കുഞ്ഞാപ്പി. അപ്പോൾ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞു കയറി. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് വരാനാവുന്നുള്ളൂ. 6B ആണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. കുഞ്ഞാപ്പി കഴിഞ്ഞ് നന്നായിട്ട് നന്നായിരിക്കുന്നു. പിന്നെ ടിക്കറ്റും കിട്ടി. ഇനി ഇതാണ് സ്ഥലം. അപ്പോൾ അതാ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ആട്ടോ. അതാ എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇതുവരെ വന്ന മൊത്തം ബാംഗ്ലൂരാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഡൽഹിയിലേക്ക്. എന്താ ഞങ്ങളിതാ എൻട്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതാ എൻട്രി ആക്കിന്. ഇതിന് ഉള്ളിൽ കയറിയിട്ട് ഉള്ളൊന്നും ചെക്കിങ് ഒക്കെ ഫസ്റ്റ് ടൈം കേട്ടോ. ഇതൊക്കെ സ്പെഷ്യലാണ്. എയറിൻ്റെ ഫുള്ള് സ്പെഷ്യൽ. ഓക്കെ, ഇതാ കണ്ടിട്ട് എൻ്റെ മുന്നും പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കയറിയും തോന്നുന്നുണ്ട്. ഞാൻ എന്താ ബാക്കിലാണുള്ളത്. കുഞ്ഞാപ്പി കയറിട്ടോ. പോവാണ്. അത് 10F 10EF. ഓ, വിൻഡോ. കുഞ്ഞാപ്പി ഹായ്.
ഡൽഹി ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ച് ലേറ്റ് ആവുന്നു, പക്ഷേ കറക്റ്റ് ടൈമുണ്ടോ. അവിടെ നിന്ന് ലേറ്റ് ആയിട്ടാണ് എടുത്തത്, അരമണിക്കൂർ ലേറ്റാണ്. പക്ഷേ ഇവിടെ എത്തിയത് കറക്റ്റ് ടൈമിംഗ് ആണ്. ഇനി ഇവിടുന്ന് 3:45 3:55 4 മണിക്കാണ് അടുത്തത്. അപ്പോൾ കാണാം. കണ്ടിട്ട് ഓടല്ലേ, അവിടെ നിൽക്കുമോ? ഞാൻ സ്ലോ ആയിപ്പോൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി. ഡൽഹിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. കണ്ണാട്ടെ ചെക്കിങ്ങിന് പോയതാണ്, കൊടുക്കാൻ ബാഗിൽ കുറേ സാധനങ്ങൾ ഒഴിവാക്കണ്ടേ. അപ്പം ആ ടൈമിൽ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അടിപൊളി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എല്ലാവരും കണ്ടതായിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അതിൻ്റെ ഒരു ആകാംക്ഷ. പിന്നെ അങ്ങനെ ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ഫുഡ് വാങ്ങണ്ടേ ചേട്ടാ? അവിടെ ഉണ്ടാവുമോ ഒപ്പം നിൽക്കുന്നത്? നോക്കാം നാളെ. ഓ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടെന്ന്, ഇവിടെ വന്ന് വാങ്ങാം. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് ഇത് ഓർഡർ ചെയ്തു. എന്താ ചിക്കൻ ജംഗ്ലി പനീനി. ഓക്കെ, അതൊന്നും, പിന്നെ ഒരു കാപ്പിച്ചീനോയും, പിന്നെ ഒരു കുക്കീസും ഓർഡർ ചെയ്തിട്ടുണ്ട്. ടൈം എടുക്കുമെന്ന് അറിയില്ല, ഞങ്ങൾ അടുത്തതിനുള്ള ടൈം ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അച്ഛനും മോളും വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ സാധനം കിട്ടി. ഇതാട്ടോ ഒരു ക്യാപിച്ചിനോയും ആ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം, പിന്നെ ഒരു കുക്കിയും. ഇതാട്ടോ കുക്കീസ്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ച ഒരു രസം ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞാപ്പി കഴിക്കുകയാണ്. ഇത് ക്യാപിച്ചിനോ, പിന്നെ അത് ഒരു സാൻഡ്വിച്ച് പോലത്തെ, അത് എടുത്തിട്ടില്ല, അത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് കയറാനുള്ള ടൈമായി. നിങ്ങൾക്ക് നോക്കണേ. ഹായ് 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 ഹായ്. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പി അങ്ങോട്ട് അവൻ ലഡ്ഡു അങ്ങോട്ട് നോക്കടാ അങ്ങോട്ട്. കുഞ്ഞുമണി അപ്പോൾ അതാ ഞങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഇനി നേരെ വീട്ടിലേക്കല്ല കേട്ടോ, ആദ്യം ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. ഇവിടുന്ന് ശ്രീനഗറിൽ നിന്ന് വരുന്നേരും പിന്നെ കുറച്ച് ഉറങ്ങി. പക്ഷേ ഇപ്പോൾ അവിടുന്ന് കയറിയത് മുതൽ ഇവിടെ എത്തുന്ന വരെ ഫുള്ള് ഉറക്കാണ് കേട്ടോ. ടോട്ടൽ ഇത്ര 3-4 മണിക്കൂറുണ്ടായിരുന്നു. കുഞ്ഞിനൊക്കെ ഉറങ്ങി. അപ്പോൾ അതാ ഞങ്ങൾ കൊച്ചിയിലാണ്. ഇതുവരെ പോയില്ല. കുഞ്ഞിന് ഞാൻ കഞ്ഞി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓൾ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഞ്ഞി കൊടുത്തു. ഇനിയിപ്പം ഞങ്ങളിതാ നേരെ ചേച്ചിയുടെ വീട്ടിലെ വീടാണ്. അപ്പം ആർക്കും അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക്
എനിക്ക് കറക്റ്റ് അവിടത്തേക്കുള്ള റൂട്ടും അറിയില്ല. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചെന്നോണേ എന്തൊക്കെയോന്നോണൊക്കെ പറഞ്ഞ് ഞാനൊരു ലൊക്കേഷൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചിരിക്കുന്നു. ഏതാ കണ്ണയുടെ പ്രീപെയ്ഡ് ടാക്സി അതിൻ്റെ റെഡിയാക്കുകയാണ് ഞങ്ങളെ ലഗേജസ്. അപ്പം ഞങ്ങളെന്തായാലും ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങും. ഇനി പോകുന്ന വഴിക്ക് ഓളോട് പറയാത്തോണ്ടേ ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ഫുഡ് വാങ്ങിക്കണം. കാരണം പ്രീപെയ്ഡ് ടാക്സി എങ്ങനെ നമുക്ക് നിർത്തിയിട്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും പാഴ്സൽ വാങ്ങി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ വിചാരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ കൊച്ചിക്ക് പോകാൻ കാരണം എന്താ വെച്ചാൽ അച്ഛനും അമ്മയൊക്കെ കൊച്ചിയിൽ ചേച്ചീൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം പിന്നെ അങ്ങോട്ടേക്ക് പോകാമല്ലോ വിചാരിച്ച് നേരൊക്കെ അങ്ങോട്ടേക്ക് പോവാണ്. അതുപോലെ നാളെയാണ് വീട്ടിലേക്ക് പോകുന്നത് തിരിച്ച്. അപ്പോൾ ഞങ്ങൾ നാളെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ ടാക്സി നോക്കട്ടെ. അപ്പോൾ അതാ ഞങ്ങൾ കയറാൻ പോവാണ്. മഴ പെയ്യുന്നുണ്ടോ? ലഗേജ് കയറ്റാണ്. അതന്നെ. അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തിയിട്ടോ. അതിൽ അഡ്വക്കേറ്റിൻ്റെ ഇത് കാണിക്കുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ വീട് ഇടത് സൈഡിൽ തന്നെ. ഞങ്ങളിതാ എത്തിയിട്ടോ. ഉണ്ണീൻ്റെ പൂച്ചക്കുട്ടി. എല്ലാരും ഞെട്ടി. ദണ്ടടാ എങ്ങണ്ട് ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങള് ബീഫ് ഉണ്ടാക്കി പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ എത്തിയത്. കുഞ്ഞാപ്പിതാ ഉണ്ണിയായിട്ട് നല്ല കളിയിലാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലെത്തി. ഇവിടെ എത്തി ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ വെച്ചാൽ പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ലടാ. എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ വന്ന് ഒന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്നെങ്കിൽ അത്രയും ടയർഡായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഭക്ഷണവും കഴിച്ച് കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ കിടന്ന്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അന്നപ്പോൾ ഞങ്ങളത് അന്നിപ്പോൾ പോവുകയാണ്. രാത്രി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേഗം എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിച്ച് വേഗം കിടന്നുറങ്ങി. അപ്പം ഒന്ന് ഞങ്ങൾ രാവിലത്തെ ട്രെയിനിന് പോവുകയാണ്, നാട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് കാണാൻ വിശേഷങ്ങൾ കാണാം. പിന്നെ എൻ്റെ വീട്ടിലും അറിയില്ല കേട്ടോ, അവിടെയും പോകണമെന്ന്. അവരും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകില്ലേക്കും. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഞാൻ ചായ കുടിക്കട്ടെ. 9 മണി 9:15 ട്രെയിന്. അപ്പോൾ പോകണം. ഓക്കെ, ഞാൻ രാത്രി ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ വീഡിയോസ് എടുത്തത് കേട്ടോ. അപ്പം ബാക്കിയത് കാണാം. ഓക്കെ, നോക്കൂ തോട്ടും കാട്ട് എൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഏച്ചിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാണ്.
അപ്പോൾ അതാ ഞങ്ങൾ കോഴിക്കോട് എത്താനായി. ഇപ്പം തിരൂർ കഴിഞ്ഞു. 12:40 കാണിക്കുന്നത് കോഴിക്കോട്. അപ്പം അമ്മയും അച്ഛനും ഇവിടെ അല്ല കേട്ടോ, ഞങ്ങളെ കൂടെ അല്ല, അവർ വേറെയാണ്. അവർ വേറെ പോകുക, അവർ സെൻറ്ററിലാണ് വരുന്നത്, ഞങ്ങളേറ്റവും ലാസ്റ്റിലേക്കാണ്. കാരണം ഞങ്ങൾ 2 ദിവസങ്ങളിലായിട്ടാണ് ചെയ്തത്. അവർ നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു. ഞങ്ങളിപ്പോൾ വരുന്നത് തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ പെട്ടെന്ന് ചെയ്തതാണ് ഞങ്ങൾ. അപ്പോൾ കുറേ അപ്പം വന്നില്ലേ. അങ്ങനെ ഇപ്പോൾ കുഞ്ഞൻ അവിടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്താണുള്ളത്. ഞാൻ ഇവിടെ ഉണ്ട്, കണ്ണേട്ടനും ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ഭയങ്കര ഫോണത്തോണ്ടല്ലോ. അപ്പം ഇനി എന്തായാലും കോഴിക്കോട് എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ചിട്ടോ. വീട്ടിലെത്തിയെങ്കിൽ അവിടെ നിന്ന് ട്രെയിനിന് ഇറങ്ങാൻ നേരം എടുക്കാനൊന്നും നേരമില്ലായിരുന്നു. എങ്ങനെയും ഒന്ന് വീട്ടിലെത്താൻ മതിയെന്ന് വെച്ചിട്ട് അപ്പോൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ആർക്കും അറിയില്ല. അപ്പം അമ്മ അച്ഛമ്മ എൻ്റെ അനിയനും അവിടെ ഉണ്ട്. നാളെ എനിക്ക് പോകും. അച്ഛൻ പണി കഴിഞ്ഞ് വരാനാവുന്നുള്ളൂ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. വീട്ടിലെത്തി കാണിച്ചു തരാം. ആരുമില്ല ഇവിടെ. എൻ്റെ ഒരു കുട്ടി ചെട്ടി പോയി. നിങ്ങളൊക്കെ പേടിച്ചായോ? കൊച്ചിന്റെ അമ്മ വന്നിക്ക് അപ്പം എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അമ്മയും അച്ഛനും എല്ലാവരും ഞെട്ടിട്ടോ. അവർ ഒരിക്കലും പ്രതീക്ഷയില്ല ഞങ്ങൾ വരുന്ന കാര്യം. കാരണം ഞാൻ അമ്മേനെ രാവിലെ കൂടി വീഡിയോ കോൾ ചെയ്തതാണ് ഇന്നലെ ക്വാർട്ടേഴ്സിലുള്ള സമയത്ത്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചു നല്ല ഞെട്ടി. അതുപോലെ ഉണ്ണിക്ക് നല്ല ഇതായിരുന്നു. കാരണം ഓനും വിചാരിക്കില്ല വരുമെന്നുള്ളത്. ഞങ്ങൾ ഡിസംബറിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും ഒരു സർപ്രൈസായി. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ. ഓക്കെ.